രാജ്യത്തലവൻ വിദേശയാത്ര നടത്തുമ്പോൾ അത് മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്യുന്ന ഒന്നാണ്. ദിവസങ്ങളോളം നീളുന്ന ചർച്ചകൾ, വമ്പൻ വിരുന്നുകൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സംഭവിച്ചത് ഇതൊന്നുമല്ല. അബുദാബിയിൽ നിന്ന് ഒരു വിമാനം പറന്നിറങ്ങുന്നു ലോകത്തെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുറത്തേക്ക് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു. നേരെ ചർച്ചയിലേക്ക് കടക്കുന്നു. വെറും 180 മിനിറ്റ്, അതെ 3 മണിക്കൂർ മാത്രം. വന്ന അതേ വേഗത്തിൽ അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. ഒരു രാജ്യത്തലവൻ മറ്റൊരു രാജ്യത്തേക്ക് ഔദ്യോഗിക സന്ദർശനത്തിന് വരുമ്പോൾ വെറും 3 മണിക്കൂർ മാത്രം ചെലവഴിക്കുക എന്നത് സാധാരണ സംഭവമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഒരേ കാറിൽ അവർ യാത്ര ചെയ്തു. പക്ഷേ വന്ന വേഗത്തിൽ തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ MBZ ഇന്ത്യയിലെത്തിയത്? ആ 3 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയും UAEയും തമ്മിൽ ഉറപ്പിച്ചത് ഏതൊക്കെ വമ്പൻ കരാറുകളാണ്? പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? പരിശോധിക്കാം. സമയം വളരെ കുറവായിരുന്നെങ്കിലും ഇംപാക്റ്റിന്റെ കാര്യത്തിൽ ഈ സന്ദർശനം വളരെ വലുതായിരുന്നു. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ട്രേഡ് തന്നെയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരം അടുത്ത 6 വർഷത്തിനുള്ളിൽ $200 ബില്യൺ എത്തിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. നിലവിൽ ഇത് ഏകദേശം $100 ബില്യൺ ആണ്. ഇതിനു പുറമെ ഊർജ്ജ മേഖലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യക്ക് പ്രതിവർഷം 0.5 ദശലക്ഷം ടൺ LNG നൽകാനുള്ള കരാറിൽ ADNOC ഗ്യാസും ഇന്ത്യയുടെ HPCLും ഒപ്പുവെച്ചു. കൂടാതെ സ്പേസ്, ഡിഫൻസ്, സിവിൽ, ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിൽ തന്ത്രപ്രധാനമായ സഹകരണത്തിന് അടിത്തറയിട്ടിട്ടുണ്ട്. അബുദാബിയിൽ ഒരു ഇന്ത്യ ഹൗസ് നിർമ്മിക്കാനും അതുപോലെ ലധോലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിനായി UAE പുരാവസ്തുക്കൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരാം. വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഈ മിന്നൽ സന്ദർശനത്തിന് പിന്നിൽ പ്രധാനമായും 3 ആഗോള കാരണങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യമനിലെ സംഘർഷമാണ്. സൗദി അറേബ്യയും UAEയും തമ്മിൽ യമൻ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത ഭിന്നതയിലുമാണ്. യമനിലെ വിവിധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ മുൻപ് സഖ്യകക്ഷികളായിരുന്ന സൗദിയും UAEയും ഇപ്പോൾ നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഡിസംബറിൽ UAE പിന്തുണയുള്ള സേന നടത്തിയ നീക്കങ്ങൾക്കെതിരെ സൗദി വ്യോമാക്രമണം നടത്തിയതോടെയാണ് ബന്ധം വഷളായത്. ഇതിനെ തുടർന്ന് UAE യമനിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു വലിയ ശക്തിയുടെ പിന്തുണ UAEക്ക് അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാനിലെ ഇൻസ്റ്റെബിലിറ്റിയാണ്, അസ്ഥിരതയാണ്. ഇറാനിൽ ഇപ്പോൾ ജനകീയ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് മുതിരുമോ എന്ന ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഇറാനുമായി കടൽ അതിർത്തി പങ്കിടുന്ന UAEക്ക് ഇത് വലിയ തലവേദനയാണ്. യുദ്ധം ഒഴിവാക്കാനും മേഖലയിൽ സമാധാനം നിലനിർത്താനും ഇന്ത്യയുടെ ഇടപെടൽ MBC ആഗ്രഹിക്കുന്നുണ്ടാകാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് തന്നെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും അവിടുത്തെ പുനർനിർമ്മാണത്തിനുമായി ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട്. US അംബാസിഡർ സെർജിയോ ഗോറാണ് മോദിക്ക് അയച്ച കത്ത് പുറത്തുവിട്ടത്. ഈ ബോർഡിൽ UAEയും പ്രധാന പങ്കാളിയാണ്. ഗാസ വിഷയത്തിൽ ഇന്ത്യയും UAEയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടത് 2 രാജ്യങ്ങളുടെയും താൽപ്പര്യമാണ്. ഈ സന്ദർശനം വെറും 3 മണിക്കൂർ മാത്രമായിരുന്നുവെങ്കിലും കുറച്ചു കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടായി. ഒന്നാമത്തേത് LNG ഡീലാണ്. 10 വർഷത്തെ ഊർജ്ജ സുരക്ഷ. അടുത്തത് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്. പ്രതിരോധ മേഖലയിലെ പുതിയ ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ട്രാറ്റജിക് ഓട്ടോണമി. 2 രാജ്യങ്ങളും തങ്ങളുടെ സ്വതന്ത്ര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കും. ഇനി UPI ലിങ്കേജ് ആണ്. ക്രോസ് ബോർഡർ പേയ്മെന്റുകൾ എളുപ്പമാക്കാൻ ഇന്ത്യയുടെയും UAEയുടെയും പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കും. അഞ്ചാമത്തേത് ന്യൂക്ലിയർ എനർജിയാണ്. ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ വികസനത്തിലുള്ള സഹകരണം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. MBCയുടെ ഈ ഒരു മിന്നൽ സന്ദർശനം കേവലം ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയ ചതുരംഗ കളിയുടെ ഭാഗമായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യവും. ഇന്ത്യയെ തന്റെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായിട്ടാണ് UAE കാണുന്നത് എന്ന് ഈ 3 മണിക്കൂർ തെളിയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.